ഇന്ന് ഏപ്രിൽ 15 മലയാളികളുടെ വിഷു ദിനത്തിൽ യുദ്ധത്തിൻ്റെ 47-ാം ദിവസം വൈകുന്നേരമാകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകളിൽ പലതും ആശ്വാസം നിറഞ്ഞതാണ്. അതിലൊന്നാമത്തെ കാര്യം, വെടിനിർത്തൽ 2 ആഴ്ച കാലഘട്ടത്തിലേക്ക് നീട്ടാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നു. 2ാം റൗണ്ട് അമേരിക്ക ഇറാൻ യുദ്ധനിരാസത്തിന് വേണ്ടിയുള്ള ചർച്ച നടത്താൻ എന്ന് പറ്റും, എവിടെ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ട് അമേരിക്കയുടെ ദൂതുമായി പാകിസ്ഥാൻ്റെ ആർമി മേധാവിയായിട്ടുള്ള അസിം മുനീർ ടെഹ്റാനിലെത്തുന്നു, ഇറാനിലെത്തുന്നു. അവർ സ്വീകരിക്കുന്നു, ആ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഇരിക്കവേ ട്രംപിൻ്റെ പ്രസ്താവന വരികയാണ്. ഒരു വെടിനിർത്തൽ നീട്ടേണ്ടതിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ കണ്ട് ഒരുപക്ഷേ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നിൽക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ 47 ദിവസത്തിനിടയിൽ വലിയ മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യതയായി വന്നിരിക്കുന്നത് നമ്മളൊന്ന് തിരിച്ചറിയണം. അതിലൊന്നൊരു രാജ്യമാണ്, മറ്റൊന്നൊരു വ്യക്തിയാണ്. രാജ്യം ഗ്രേറ്റ് ബ്രിട്ടനാണ്. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഇന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തങ്ങളുടെ അംഗങ്ങളോട് ഹൗസ് ഓഫ് കോമൺസിലേക്ക് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഈ യുദ്ധത്തെക്കുറിച്ചുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുകയാണ്. സമ്മർദ്ദം കൊണ്ടൊന്നും കീഴടങ്ങാൻ ബ്രിട്ടൻ തയ്യാറല്ല. ആദ്യമേ തന്നെ ട്രംപ് പറഞ്ഞ എതിർപ്പെന്താണ്? ആയുധങ്ങൾ അയക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് താവളമാക്കാൻ വേണ്ടിയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരണമെന്ന് ബ്രിട്ടനോട് പറഞ്ഞപ്പോൾ നാളിതുവരെ എല്ലാ കാര്യത്തിനും സഹായം ചെയ്തു കൊടുത്ത ബ്രിട്ടൻ ഈ യുദ്ധത്തിൻ്റെ സമയമായിട്ടില്ല, ഇങ്ങനൊരു കാര്യത്തിന് പ്രസക്തിയില്ല എന്നത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മണ്ണിൽ അത് പറ്റില്ല, ഞങ്ങളതിന് ചേരില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന തീരുമാനം അമേരിക്കയ്ക്ക് കിട്ടിയ വലിയ ഷോക്കായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. എന്നിട്ടും ആക്രമണം നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് സംസാരിച്ചു. എന്നിട്ടൊന്നും മാറ്റമില്ലാതെ നിലപാട് ഉയർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ അംഗങ്ങൾ കൈയടിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് യെസ് വെച്ചുകൊണ്ടും ആവേശോജ്വലമായ പ്രതികരണം നൽകുന്നതിൻ്റെ വിഷ്വൽസാണ് വൈകുന്നേരം വന്നുകൊണ്ടിരിക്കുന്നത്. നിലപാട് ആവർത്തിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. അദ്ദേഹം പറയുന്നത് ഇത് നമ്മുടെ യുദ്ധമല്ല. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി എന്ന് പറഞ്ഞല്ലോ, പോപ്പ് ലിയോ 14 എന്ന ആദരണീയ വ്യക്തിത്വം ഈ വിഷയത്തിൽ സ്വീകരിച്ച ശക്തമായ നിലപാടിന് ലോകം മുഴുവനും എല്ലാ ജാതി മതസ്ഥരുടെയും എല്ലാ വിശ്വാസികളുടെയും പിന്തുണ ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പിനെ എന്തെല്ലാം രൂപത്തിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അധിക്ഷേപിക്കുന്ന വിധത്തിൽ തന്നെ പോസ്റ്റുകൾ ധാരാളം ഇട്ടു. എന്നാൽ പോപ്പ് ഇന്ന് അൾജീരിയയിൽ നിന്ന് മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് വിമാനത്തിൽ വെച്ചും മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അൾജീരിയയിലെ ഗ്രേറ്റ് മോസ്ക് സന്ദർശിക്കാൻ പോയി. എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടാവും, വ്യത്യസ്തമായ ജീവിത രീതി ഉണ്ടാവും, വ്യത്യസ്തമായ ആരാധനാരീതികളും ഉണ്ടാവും. പക്ഷേ സമാധാനത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടത്, ഒത്തൊരുമയോടെ കഴിയേണ്ടത് ആവശ്യമാണ് എന്ന അർത്ഥത്തിൽ അത് പ്രകടമാക്കാൻ, ആ യൂണിറ്റിയുടെ സന്ദേശം ലോകത്തിന് നൽകാൻ വേണ്ടിയാണ് ഗ്രേറ്റ് മോസ്ക് സന്ദർശിക്കാൻ പോയത് എന്ന അർത്ഥത്തിൽ ഇന്ന് പോപ്പ് പറഞ്ഞത് ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുകയാണ്. സൗഹൃദത്തിൻ്റെ തിരുനാളങ്ങൾ പോപ്പ് ലോകത്തിന് സമർപ്പിക്കുമ്പോൾ ട്രംപ് ചെയ്തതും വളരെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. യേശുക്രിസ്തു നേരിട്ട് വന്ന് തന്നെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിക്കുന്ന വിധത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയുള്ള ചിത്രമുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ട്രംപ്. അതിനു മുമ്പ് ചില ഘട്ടങ്ങളിലെങ്കിലും താൻ യേശുവുമായി താരതമ്യം ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്ന് കാണിക്കാനുള്ള സൂചന വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ട്രംപ് പുറപ്പെടുവിച്ചിരുന്നത് പിന്നെ നീക്കം ചെയ്തത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പോപ്പ് ആഫ്രിക്കയിൽ നിന്ന് സംസാരിക്കുന്നു സൗഹൃദത്തെക്കുറിച്ച്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലണ്ടനിൽ സംസാരിക്കുന്നു. ഇക്കൂട്ടത്തിൽ അമേരിക്കയിൽ പോയിരുന്നിട്ട് ബ്രിട്ടീഷ് ചാൻസലർ ഇന്ന് CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ പോയത് വലിയൊരു മണ്ടത്തരവും വലിയ മിസ്റ്റേക്കുമായി പോയി എന്നാണ്. ഈ യുദ്ധം എങ്ങനെയാണ് ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും കൊണ്ടുവരുമെന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ബ്രിട്ടീഷ് ചാൻസലർ അമേരിക്കയിൽ IMFൻ്റെ ഒരു യോഗത്തിൻ്റെ ചുറ്റുവട്ടത്തിരുന്ന് സംസാരിച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ വൈകി കിട്ടിയൊരു വാർത്തയിൽ ആക്സിയോസിൻ്റെ റിപ്പോർട്ടർ ബറാക്ക് റാബിൻ, അദ്ദേഹം വളരെ പോപ്പുലറാണ്, ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സമാധാനത്തിലേക്ക് കൂടുതൽ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ രൂപം വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഇന്ന് ഈ ഏപ്രിൽ 15 വിഷു ദിവസം ഒരു സമാധാന അന്തരീക്ഷത്തിൻ്റെ
തിളക്കത്തിലേക്ക് സഞ്ചരിക്കാനുള്ള മുഹൂർത്തങ്ങൾ നമ്മൾ കാണുന്നുവെന്ന്. എന്നാൽ വൈകുന്നേരത്തിന് മുമ്പ് രാവിലെയൊക്കെ കേട്ട വാക്കുകളാണെങ്കിൽ കഠോരം എന്ന് വേണമെങ്കിൽ പറയണം. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പറയുന്നു, ഹോർമൂസ് കടലിടുക്കിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇറാൻ്റെ എണ്ണ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളത് തടസ്സപ്പെടുത്തിയിരിക്കും, സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരിക്കും, ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ റെഡ് സീ വഴിയുള്ള ആ ഒരു ഷിപ്പിംഗ് അല്ലെങ്കിൽ ആ ഗതാഗതം സമ്പൂർണ്ണമായിട്ട് ഞങ്ങളും തടസ്സത്തിലാക്കും എന്ന് ഇറാൻ്റെ ഗാർഡും മറുപടിയായി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യം മുന്നോട്ട് പോകുന്നത്. ഹോർമൂസിലൂടെ ഇറാൻ്റെ പോർട്ടിൽ നിന്ന് ഏതെങ്കിലും കപ്പൽ സാധനങ്ങളുമായിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി വന്നാൽ തടസ്സപ്പെടുത്തുമെന്നാണ്. എന്നാൽ ചില കപ്പലുകൾക്ക് പ്രത്യേക അനുമതി കിട്ടി ഹോർമൂസ് വഴി കടന്നു പോയി എന്ന റിപ്പോർട്ടും വരികയാണ്. കൂട്ടത്തിൽ ഇന്ന് മേഖലയിലേക്ക് വന്ന 9 ഇറാനിയൻ കപ്പലുകളെ ഇറാൻ്റെ പോർട്ടിൽ നിന്ന് സാധനങ്ങളുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങോട്ട് കടലിടുക്ക് കടക്കാൻ വേണ്ടി വന്ന 9 കപ്പലുകളെ തിരിച്ചയച്ചു എന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുകയാണ്. ഇനി അമേരിക്കയിലെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് പോയാൽ അവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ലോകത്ത് പല വിധത്തിൽ പ്രതിഫലിക്കുകയാണ്. ജെറോം പവൽ എന്ന പേര് നമ്മളൊന്നറിയണം. അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനാണ്. അമേരിക്കയുടെ സാമ്പത്തിക മേഖല എങ്ങനെ പോകുന്നു എന്ന കാര്യം നിയന്ത്രിക്കുന്നയാളാണ്. സാധാരണ ഇത്തരം പോസ്റ്റിലിരിക്കുന്നവർ മിടുക്കന്മാരാണെങ്കിൽ അവരുടെ ഭരണ കാലാവധി കഴിഞ്ഞാലും അത് നീട്ടിക്കൊടുക്കും. കാരണം അവരാണ് സാമ്പത്തിക രംഗത്തെ അമേരിക്കയെ പിടിച്ചു നിർത്തുന്നത്. എന്ന് വെച്ചാൽ ലോകത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള സാമ്പത്തിക വിദഗ്ധരാണ് അവരെന്നാണല്ലോ അർത്ഥം. ഈ പവലിനെ ഇപ്പോൾ ഇതാ അടുത്ത മാസം കാലാവധി കഴിയുന്ന അന്ന് തന്നെ ഫയർ ചെയ്യും, പിരിച്ചുവിടും, ഇനി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു. അക്കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്ന് അറിയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ട്രംപ് എപ്പോഴും പലിശ നിരക്കിൽ ഇടപെട്ടുകൊണ്ട് അത് കുറയ്ക്കണം, വളരെ വേഗതയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത്. കൂട്ടേണ്ടിടത്ത് കൂട്ടിയും കുറയ്ക്കേണ്ട സമയത്ത് കുറച്ചും മിതവാദമായ രൂപത്തിൽ പലിശ നിരക്കിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെയും ഒക്കെ കൊണ്ടുപോയിട്ട് നിലവിലുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള നാണയപ്പെരുപ്പ നിരക്കൊക്കെ അമേരിക്കയിൽ കുറഞ്ഞേ പറ്റൂ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ജെറോം പവൽ കാര്യങ്ങൾ എടുക്കുന്നത്. അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് എപ്പോഴും വഴക്കാണ്. ആ ഒരു കാര്യത്തിൽ അടുത്ത മാസം തീരുമാനമാകും എന്നും പറയുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ശത്രുത ആഭ്യന്തരമായി ട്രംപ് നേരിടുന്നു എന്ന റിപ്പോർട്ടും വരികയാണ്. ഇത്രനാളും ശത്രു രൂപത്തിൽ പറഞ്ഞിരുന്ന ചൈനയെക്കുറിച്ച് ട്രംപ് എന്ന് പറയുന്നത് ചൈന ഇനി ഇറാന് ആയുധം കൊടുക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ എല്ലാ ശ്രമങ്ങളെയും വളരെ സന്തോഷപൂർവ്വം ചൈന സ്വീകരിച്ചിരിക്കുന്നു എന്നുമാണ് ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ചൈന ഈസ് വെരി ഹാപ്പി എന്നാണ് ട്രംപിൻ്റെ വാദം. അപ്പോൾ നമുക്കറിയാം ഈ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിടന്നതാണെന്നും ആക്രമണത്തിന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഇറാൻ അത് പൂട്ടിയതാണെന്നും അത് തുറക്കാൻ വേണ്ടിയാണ് അടുത്ത ശക്തമായ ആക്രമണം ആരംഭിച്ചതെന്നും അത് തുറന്നില്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞതാണെന്നും എന്നിട്ടൊന്നും നടക്കാതെ വന്നപ്പോൾ പിന്നെ ബ്ലോക്കേഡുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നും അങ്ങോട്ടൊരു കപ്പലും കടക്കുകയും വേണ്ട അവിടെ നിന്നൊരു കപ്പലും പുറപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞതാണ്. തുറന്നു കിടന്ന് മര്യാദയ്ക്ക് കപ്പലുകൾ പോയിരുന്ന ഒരു പ്രദേശത്തെ യുദ്ധത്തിൻ്റെ മാരകമായ വിഷയങ്ങളിൽപ്പെട്ട് അത് അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പിന്നെ അത് തുറപ്പിക്കാൻ വേണ്ടി മറ്റൊരു യുദ്ധമുറ പരിശീലിപ്പിക്കുന്ന ഒരു നേതൃത്വത്തെ മുഖ്യധാരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നമ്മൾ ഒരു വിദ്യാർത്ഥി എന്ന രൂപത്തിൽ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച് പറയുന്നത്. ഒപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രയേലും ലബനോനും തമ്മിലുള്ള ചർച്ച അമേരിക്കയിൽ തുടങ്ങി വെച്ചത് അത് ഇസ്രയേൽ ലബനോൻ നേരിട്ട് വീണ്ടും മേഖലയിൽ തന്നെ ആരംഭിക്കാൻ പോകുന്നത് ഒരുപക്ഷേ ഈ രണ്ടാം ഘട്ട ചർച്ചയിൽ ഒരു വെടിനിർത്തലിൻ്റെ സാധ്യതയിലേക്ക് എത്തിച്ചേരുമെന്ന സൂചന പുറത്തു വരുന്നത് ഇതൊക്കെ ഇന്ന് നമ്മൾ അറിയുകയാണ്. നിലപാടുകളിൽ നേരത്തെ വ്യത്യാസമുണ്ടായിരുന്ന അമേരിക്ക പറയുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം വേറെ, ലബനോനുമായിട്ടുള്ള യുദ്ധം വേറെ. ഇറാൻ പറയുന്നത് ഇത് രണ്ടും ഒറ്റ രീതിയിൽ കണ്ടാൽ മതി, യുദ്ധം നിർത്തുകയാണെങ്കിൽ രണ്ടിടത്തും നിർത്തണം, വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ എല്ലായിടത്തും പ്രാബല്യത്തിൽ വരണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെ വ്യത്യാസം ഇപ്പോഴും കിടക്കുമ്പോൾ ഈ രണ്ട് ചർച്ചകളും സമാന്തരമായി നടക്കുന്നു എന്നുള്ള വാർത്ത തന്നെ ലോകത്തിന് ആശ്വാസകരമാണ്. ഇറാനിലും ലബനോനിലുമായിട്ട് 5500-ലധികം ആളുകളാണ് ഇതിനകം ആക്രമണങ്ങളിൽ മരിച്ചുപോയത് ഈ കഴിഞ്ഞ 47 ദിവസം കൊണ്ടെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും രണ്ടാം റൗണ്ടിലെ ചർച്ച
എപ്പോഴായിരിക്കും, എവിടെ വച്ചായിരിക്കും? അതിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ലോകം മുഴുവനും അടുത്ത സാമ്പത്തിക ദുരന്തത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയുന്നത് ഇത്തരം വിഷയങ്ങളുടെ റിസൾട്ടിനെ ആശ്രയിച്ചാണ്. അതിന്ന് ഖത്തറിൻ്റെ ധനമന്ത്രി അമേരിക്കയിൽ അലി അഹമ്മദ് കുവാരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ കാണുന്ന വിലക്കയറ്റം എന്ന് പറയുന്നത് വലിയൊരു ഐസ്ബർഗിൻ്റെ ഒരു അറ്റം മാത്രമാണ്. വരാനിരിക്കുന്ന സാമ്പത്തിക ദുരന്തം ലോകത്തെ മൊത്തത്തിൽ വേട്ടയാടും എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ന രൂപത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ശ്രദ്ധയോടുകൂടി എടുക്കണം. അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ്. 2008-ലെയും 2009-ലെയും ഒക്കെ ആഞ്ഞടിച്ച സാമ്പത്തിക മാന്ദ്യം കൊണ്ടുവന്ന ദുരന്തം എത്ര വർഷങ്ങളാണ് നമ്മളെ വേട്ടയാടിയത്. അത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വീണ്ടും വിചാരമുള്ള ഭരണാധികാരികൾ മാന്യമായ തീരുമാനം പെട്ടെന്നെടുക്കട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.